ഹലോ ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു ആ ന്യൂ സെഷൻ. അപ്പോൾ എല്ലാവരും നമ്മൾ ഇന്ന് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്ത ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? ഓക്കെ, നമ്മളെല്ലാവരും ഞാൻ ഓൾറെഡി പറയാറുണ്ട്, നമ്മൾ ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്തു എന്ന് കരുതുന്നു. ആ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ ഇന്ന് ഏത് വായിട്ട് ഡീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 8 എന്ന് പറയുന്ന ഒരു ടോപ്പിക് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സെക്ഷൻ 8 എന്താണെന്ന് അറിയില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടും വൈകിപ്പിക്കാതെ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേര്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? SNM ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് ഇൻ 2021. ഷെയർ ക്യാപിറ്റൽ ഓഫ് 50 lakh ഡിവൈഡ് ഇൻറ്റു 5 lakh equity ഷെയർ ഓഫ് 10 each. ഓക്കെ, 10 each എന്നുള്ള രീതിയിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെ? അണ്ടർ സെക്ഷൻ 8 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. അപ്പോൾ സെക്ഷൻ 8 ആയിട്ടാണ് ഇതെന്ത് ചെയ്തത്, ഡീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 8 എന്താണെന്ന് അറിയില്ലേ? ഫോർ ദ പർപ്പസ് ഓഫ് ചാരിറ്റി റൈദർ ദാൻ പ്രോഫിറ്റ് മോട്ടീവ് അല്ലാതെ ഒരു ചാരിറ്റി പർപ്പസ്, അതായത് സൊസൈറ്റീസിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ, സൊസൈറ്റിയിലെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിലാണ് സെക്ഷൻ 8 സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ SNM ലിമിറ്റഡ് എങ്ങനെ രജിസ്റ്റർ ചെയ്തു? സെക്ഷൻ 8 ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? ഫോർ ദ കമ്പനി പ്രൊമോഷൻ ഓഫ് ആർട്ട് ഇൻ ജയ്പൂരിലൊരു കലയായിട്ട് ബന്ധപ്പെട്ട് മീൻസ് കുറച്ച് ആക്ടിവിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കമ്പനി ഏൺഡ് ഹ്യൂജ് പ്രോഫിറ്റ് ഡ്യൂറിംഗ് ഫൈനാൻഷ്യൽ ഇയർ എൻഡിങ് 31 March 2025 ഡ്യൂ ടു ദ ബൂം ഇൻ മാർക്കറ്റ്. അപ്പോൾ കമ്പനി നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അതായത് മാർക്കറ്റ് സിറ്റുവേഷൻ അവർക്ക് ഫേവറബിൾ ആയതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അടുത്തെന്താ പറയുന്നത്? ഓൺ 10th May 75% members of the company demanded to distribute 10% dividend to the equity shareholder. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നു? നല്ല ഇതിൽ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അവർക്ക് ഒരു ചെറിയൊരു സൈഡ് വാല്യൂ ഉണ്ടാവില്ലേ? നമ്മൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തോ നല്ല രീതിയിലൊന്നും കിട്ടുന്നില്ല, അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് വേണ്ടേ? ആ ഒരു മോട്ടീവ് കുറച്ച് ആൾക്കാർക്ക് വരാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അപ്പം എന്താ പറയുന്നത്? 10th May എന്ത് ചെയ്തു? 75% മെമ്പേഴ്സ് എന്ത് പറഞ്ഞു? ഡിമാൻഡഡ് ടു ഡിസ്ട്രിബ്യൂട്ട് 10% ഡിവിഡൻഡ്, 10% ഡിവിഡൻഡ് തരണം. നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, എന്തെങ്കിലും കുറച്ചൊക്കെ നല്ലാക്കിയിട്ട് പറഞ്ഞു. ഓക്കെ, ടു ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്തു? അവർക്ക് ഡിമാൻഡ് ചെയ്തത് ഇങ്ങനെ ഒരു 10% ഡിവിഡൻഡ് വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഓക്കെ, ഫോർ ദിസ് പേപ്പേഴ്സ് ദേ പാസ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇൻ ഈജിയ. അപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തു. അപ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മിണ്ടറിൽ പഠിക്കുക. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ഡിലേ ആവണ്ട. ഓക്കെ, നമ്മളെല്ലാവരും ഇത് കഴിഞ്ഞിട്ട് ബാഗ് പെട്ടെന്ന് സെപ്റ്റംബറിൽ എക്സാം എഴുതിയിട്ട് ഇൻ്ററിലേക്ക് എത്തില്ലേ? ഓക്കെ, നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത്? വിത്ത് റെഫറൻസ് ടു പ്രൊവിഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2013 ഡിസൈഡ് വെദർ SNM ലിമിറ്റഡ് ക്യാൻ ഡിക്ലെയർ ഡിവിഡൻഡ് 10% ടു ദ ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഫോർ ദ ഇയർ 31 March. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഓക്കെ, ഇത് പറ്റുമോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, എങ്ങനെ ചെയ്യണം? കമ്പനീസ് ആക്റ്റീവ് ആയിട്ടുള്ള പ്രൊവിഷൻ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല സ്മോൾ സിനാരിയോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എങ്ങനെയാണ്? പ്രൊവിഷന് 1.5ഉം കൺക്ലൂഷന് 1.5 എന്നുള്ള രീതിയിൽ ഡിക്ലെയർ. കാരണം ഇത് ചെറിയ സിനാരിയോ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വലിയ അത് നീട്ടി എഴുതേണ്ട ആവശ്യം വരുന്നില്ല. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻ പ്രകാരം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ, ഇത് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പം നമ്മൾ നല്ല രീതിയിൽ വലിച്ചിട്ട് പ്രൊവിഷൻ ഫാക്ട് നാഷണൽ ഒരു 1.5 പേജ് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നമുക്ക് ഒട്ടും വൈകിട്ട് ചെയ്ത് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഹെഡിങ് കൊടുക്കുന്നത് ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്മുടെ ഹെഡിങ് കൊടുത്തു. ഓക്കെ, കൊടുത്തു, പ്രൊവിഷൻ ഹെഡിങ് ചെയ്തു. As per Companies Act 2013, Section 8 is a company
incorporated mainly for the purpose of promoting charitable objectives like art, science, sports, charity, etc. Okay, such a company is incorporated. When a company is incorporated under Section 8, they utilize their profit mainly for promoting their objectives. Because of that, uh, Companies Act prohibits them from declaring dividend. Okay, dividend to its members. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊവിഷൻ വരുന്നത്. അതായത് കമ്പനീസ് ആക്ട് പ്രകാരം സെക്ഷൻ 8 എന്നുള്ള കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 8 എന്തിനു വേണം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്? മെയിൻലി ഫോർ ദ പേർപ്പസ് ഓഫ് പ്രൊമോട്ടിങ് ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ്സ് ലൈക്ക് ആർട്ട്, സയൻസ്, സ്പോർട്സ്, ചാരിറ്റി എക്സെട്ര. ഇതാണ് ഒന്നാമത്തെ കീവേഡ് വരുന്നത്. ഓക്കെ, when a company is incorporated in section 8, they utilize their profits for promoting their objectives. Okay, first നമ്മൾ എന്ത് ചെയ്തു? Incorporated section 8 is a company incorporated mainly for the purpose of promoting charitability like art, science, charity, etc. Okay, utilize their profit. Because of that, Companies Act prohibits them from declaring dividend to its members. ഇതില് prohibits them from declaring dividend to its members എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടൈമാണ്. കാരണം ഈ ക്വസ്റ്റ്യൻ എന്തായിട്ട് കണക്ട് ചെയ്യുന്നത് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യണം, ഈ ഒരു ടൈം നമ്മൾ ഇതിന് മെയിൽ ചെയ്തിടണം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കീ ഏരിയാസ് വരുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് എന്ത് ചെയ്യും? ഇതിൻ്റെ ആൻസർ എഴുതാം. കൺക്ലൂഷൻ എന്തായിരിക്കും? In this case, S&M Limited cannot declare dividend at 10% to the equity shareholders for the year ending 31st March 2025, as it is registered under section 8 of the Companies Act 2013, which prohibits them from declaring dividend to its members. They can only utilize their profit for its objectives. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഹിയർ S&M Limited is incorporated for promoting arts. അപ്പോൾ ഇതാണ് നമ്മുടെ കീവേഡ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇൻ ദിസ് കേസ് S&M Limited cannot declare dividend. ഇതാണ് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ? At 10% the equity shareholders for the year ending 31st March 2025, as it is registered under section 8 of the Companies 2013, which prohibits
them from declaring dividend to its members. ഇവിടെ നിന്നാണ് cannot declare ഇവിടെ cannot declare dividend, പിന്നെ which prohibits them from declaring dividend to its member. ഇതാണ് കുറച്ചും കൂടി കീവേഡ്സ്. ഓക്കെ, they can ഓൺലി യൂട്ടിലൈസ് ദെയർ പ്രോഫിറ്റ് ഫോർ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. അവർ എന്തിനു വേണ്ടിയാണോ ഈ സെക്ഷൻ 8 കമ്പനി എന്തിനാണോ ഇത് രൂപീകരിച്ചത് അതിനു വേണ്ടി മാത്രമേ എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ, ആ പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇവിടെ എന്തിനാണ് വേണ്ടി യൂസ് ചെയ്യുന്നത്? ഹിയർ S&M Limited is incorporated for promoting arts. ഇതിന് ഇവിടെ ഈ കേസിൽ S&M Limited എന്തിനു വേണ്ടിയാണ് പറയുന്നത്? ക്വസ്റ്റ്യൻ ഓൾറെഡി പറയുന്നത് ആർട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തത് S&M Limited ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ അതിനു വേണ്ടി മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് S&M Limitedന്റെ പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇതാണ് നമ്മുടെ 3 മാർക്കിൻ്റെ ആൻസർ. പറയുകയാണെങ്കിൽ 1.5 മാർക്സ് പ്രൊവിഷനും 1.5 മാർക്ക് ആൻസറിന്. നമ്മൾ ചോദിച്ചത് എന്താണ് അത് മാത്രമേ നമ്മൾ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസിലി 3 മാർക്സ് സ്കോർ ചെയ്യാം. ഓക്കെ, കമ്പനീസ് ആയിട്ട് കുറച്ച് ഈസി ചാപ്റ്ററാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യാറുള്ള പോലെ എന്ത് ചെയ്യാം, ഇതിനെ നമ്മുടെ സജസ്റ്റഡ് ആൻസർ വെച്ച് ഡീൽ ചെയ്യാം. ഇതെങ്ങനെയാണ് നമ്മൾ എഴുതിയ പോലെ തന്നെയാണോ വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ ആദ്യം ഇവർ ഹെഡിങ് കൊടുത്തു, എന്ത് ഫോർമേഷൻ ഓഫ് കമ്പനീസ് വിത്ത് ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ്. സെക്ഷൻ 8 ഹെഡിങ് കൊടുത്തു. നമുക്ക് എഴുതിയും കുഴപ്പമില്ല, നമ്മൾ എഴുതുന്ന പോലെ ഈ ഒരു ഫോർമാറ്റ് ആസ് പെർ കമ്പനീസ് ആക്ട് എഴുതിയാൽ മതി. ഓക്കെ, എന്താ പറയുന്നത്, സെക്ഷൻ 8 ഓഫ് ദ കമ്പനീസ് ആക്ട് ഡീൽസ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് കമ്പനീസ് ഫോംഡ് ടു. ഇത് എന്തിനൊക്കെയാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്? ഫസ്റ്റ് വേണം പറയുന്നത് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ ഒബ്ജക്ട്സ് ഓഫ് കൊമേഴ്സ്, ആർട്സ്, സയൻസ്, സ്പോർട്സ്, എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ്, സോഷ്യൽ വെൽഫെയർ എക്സെട്ര. ഫസ്റ്റ് പോയിന്റ് കൊടുത്തു. പിന്നെ സച്ച് കമ്പനി ടു അപ്ലൈ ഇറ്റ്സ് പ്രോഫിറ്റ് ഫോർ പ്രൊമോട്ടിംഗ് ഒബ്ജക്റ്റീവ് ആൻഡ് പ്രോഹിബിറ്റ്സ് ദ പേയ്മെന്റ് ഓഫ് എനി ഡിവിഡൻഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. ഇത് നമ്മൾ എന്ത് ചെയ്തു, ഒരു സെന്റൻസ് ആയിട്ട് നമ്മൾ എഴുതി. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് പോയിന്റ് ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ എന്താ പറയുന്നത്, സെക്ഷൻ 8 എന്തിനാണ് ഇതാക്കുന്നത് എന്നുള്ളത് ഒരു ഇതൊരു പോയിന്റ് ആയിട്ട് ഇവർ കൊടുത്തു. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് കൊടുത്തു, ഇതൊരു സെക്കൻഡ് പോയിന്റ് ആയിട്ട് കൊടുത്തു, ഇത് തേർഡ് പോയിന്റ് ആയിട്ട് ഇവിടെ ഇവർ കാണിച്ചു. അത് കുറച്ചും കൂടി നല്ല രീതിയിൽ കാണിക്കാൻ വേണ്ടി പോയിന്റ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, പോയിന്റ് ആയിട്ട് എഴുതണമെങ്കിൽ പോയിന്റ് ആയിട്ട് എഴുതാം. ഓക്കെ, നമ്മുടെ ഇറ്റ്സ് അപ് ടു അസ്. പക്ഷേ എന്താണ്, നമ്മൾ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു കീവേഡ്സ്, അതായത് ലോൺ നമ്മൾ ഇൻവിജിലേറ്റർ അല്ലെങ്കിൽ വാല്യൂഷൻ ടീം എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു വേർഡ് നമ്മുടെ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഇവിടെ ഈ പറഞ്ഞ സെയിം വേർഡ്സ് നമ്മുടെ ആൻസർ കീയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്തായിട്ട് ഇവരെന്താ ഒരു ആൻസർ കൊടുത്തു. എങ്ങനെ, in the instead case S&M Limited cannot declare dividend at 10% equity shareholders for the year ending 31st March 2025 as it is a Section 8 company which is specifically prohibited from paying dividend. ഇവിടെ എന്താ പറയുക, സെക്ഷൻ 8 കമ്പനി ഡീൽ ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനീസ് ആക്ട് പ്രകാരം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഡിവിഡൻഡ് ഡിക്ലറേഷൻ ഈസ് പ്രൊഹിബിറ്റഡ്. ഇവിടെ പറയുന്നു ഡിവിഡൻഡ് ഡിക്ലറേഷൻ എന്താണ്, പ്രൊഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് അവർക്ക് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അടുത്തത് പ്രൊഹിബിഷൻ ദ പ്രോഫിറ്റ് സെക്ഷൻ കമ്പനി മസ്റ്റ് ബി അപ്ലൈ ടുവേർഡ്സ് പ്രൊമോട്ടിംഗ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. ഇത് എന്തിനു വേണ്ടിയാണോ ഇവർ ഇൻകോർപ്പറേറ്റ് ചെയ്തത് അതിനു വേണ്ടി മാത്രമേ ഇവർ ഈ പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെർഫോർ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യാൻ ലിമിറ്റഡ് ഈസ് ഡിക്ലെയർഡ് ഈസ് ഇൻവാലിഡ്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി എന്ന് പറഞ്ഞത് ഇൻവാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സെയിം 7 നമ്മുടെ ആൻസർ കീ വന്നിട്ടുണ്ട്, ഒരു കുഴപ്പവുമില്ല. ഓക്കെ, ഇവൻ ദോ റെസൊല്യൂഷൻ പാസ്സാക്കിയാലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അത് യൂട്ടിലൈസ്, അതുകൊണ്ട് ആ റെസൊല്യൂഷൻ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വരുന്നത്. എങ്ങനെ, കുറച്ച് ഈസി ടോപ്പിക് അല്ലേ, പെട്ടെന്ന് മനസ്സിലായില്ലേ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം, ഒട്ടും വൈകിപ്പിക്കേണ്ട, നമ്മളിത് പെട്ടെന്ന് വാച്ച് ചെയ്യുക, പഠിക്കുക, എക്സാമിന് എഴുതുക, നല്ല രീതിയിൽ മാർക്ക് വാങ്ങുക, പാസ്സാവുക. അടുത്ത സെപ്റ്റംബർ കഴിഞ്ഞ് നവംബറിൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എല്ലാവരും തന്നെ പാസ്സാവണം. ഓക്കെ, പാസ്സായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഇന്റർവ്യൂ പഠിക്കാൻ കയറാൻ പറ്റത്തുള്ളൂ. ഇന്റർവ്യൂ പെട്ടെന്ന് പാസ്സാകുക, ആർട്ടിക്കിൾ ചെയ്യുക, ഫൈനലാവുക, ഒരു CA. ഓക്കെ, സോ ദിസ് ഇസ് ജാസിൽ സൈനിങ് ഔട്ട്. ടാറ്റ, ബൈ ബൈ.